എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയയ്ക്കായി. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ്റെ കർത്താവേ നിന്ദയയ്ക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിക്കൂ. എണ്ണിയാൽ തീരാ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് 75-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കിഴക്കു നിന്നല്ല പടിഞ്ഞാറു നിന്നല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ബൈബിളിനകത്ത് ഒരു നല്ല വാക്യമാണിത്. എവിടെ നിന്നാണ് ഈ ഉയർച്ച വരുന്നത്? അവിടെ 3 ദിക്കുകളെ കുറിച്ച് പറയുകയാണ്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. ഇപ്പം സത്യത്തിൽ 4 ദിക്കല്ലേ പറയണ്ടേ, പക്ഷെ ഒരു ദിക്ക് അവിടെ വിട്ടുപോയിരിക്കുക. അപ്പം എന്താണത്? നമ്മൾ ഈ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ വടക്ക് യാഗപീഠം പണിയണം. അപ്പൊ ഈ വടക്ക് എന്തുണ്ട്? യാഗപീഠമുണ്ട്. യാഗപീഠം എന്ന് പറഞ്ഞ ആരാധന, ദൈവത്തോടുള്ള സ്തുതി, സമർപ്പണം, ഇതെല്ലാം കാണിക്കുന്നതാണ് ഈ യാഗം. അപ്പോൾ ഉയർച്ച വരുന്നത് ആരാധനയുടെ നടുവില, സ്തുതിയുടെ നടുവില, സമർപ്പണത്തിന്റെ നടുവില ദൈവത്തിന്റെ ഉയർച്ച വരുന്നത്. അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നിന്നുമല്ല വരുന്നത്. ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്ന ദാവീദ്, ആ മനുഷ്യനെ ആരാ ഉയർത്തിയത്? കാട്ടിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുക. ആ ആരാധിക്കുന്നവനെ കർത്താവ് അങ്ങ് ഉയർത്തി. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറയുന്ന വാക്ക്, സ്തുതിക്കുന്നവന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ട്. ആ വാക്കുകൾ നല്ല രസമുണ്ട്. അത് സത്യം. പ്രാർത്ഥിക്കുന്നവന്റെയും സ്തുതിക്കുന്നവന്റെയും ജീവിതം മാറും. ഒരു വ്യക്തിയല്ല നിങ്ങളെ ഉയർത്തുന്നത്, ഒരു സ്ഥലവുമല്ല നിങ്ങളെ ഉയർത്തുന്നത്, ഒരു സ്ഥാനവുമല്ല നിങ്ങളെ ഉയർത്തുന്നത്. ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം, അതാണ് ഉയർത്തുന്നത്. ഇതിന്റെ കാര്യം തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട്. എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത്. അതെ, നമ്മുടെ സഹായം വരുന്നത് മനുഷ്യരിൽ നിന്നോ ദിക്കുകളിൽ നിന്നോ അല്ല, ഉയരത്തിൽ നിന്നാണ് വരുന്നത്. അതാർക്കും തടയാൻ പറ്റത്തില്ല. എന്നെ ആര് ഉയർത്തും? എവിടെ നിന്ന് വരും? ആര് സഹായിക്കും? അങ്ങനെ ചോദ്യമായിട്ടാണ് ഇന്ന് നിങ്ങളോട് ഇരിക്കുന്നത്. പ്രതീക്ഷിച്ച ചില വഴികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അടച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച ചില വ്യക്തികൾ നിങ്ങളെ കൈവിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ വചനം നിങ്ങളോട് മാത്രമുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾക്ക് ഉയർച്ച വരും. അത് മാനുഷികമായല്ല, വ്യക്തികളിൽ നിന്നുമല്ല, ഉയരത്തിൽ തന്നെ. സ്തോത്രം. ഒരു
മോർദെഖായിക്ക്, ഒരു എസ്തേറിന് എവിടെ നിന്നാ ഉയർച്ച വന്നേ? അനാഥയായ അടിമയായ ഒരു എസ്തേറിനെ ഒരു ദിവസം കൊണ്ട് ചരിത്രം മാറ്റിയില്ലേ ദൈവം? ആമേൻ. നിങ്ങൾക്കാണ് വഴികളില്ലാത്തത്. ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ 1000 വഴികളുണ്ട്. ആമേൻ. അതിൽ ചില വഴികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ വചനം ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ചിലത് വരുന്നു. ആമേൻ. ഉറപ്പായിട്ടും ചില ഉയർച്ചകൾ വരുന്നു. ആമേൻ. ഇടയനെ രാജാവാക്കുന്ന ഉയർച്ച, കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവനെ പ്രവാചകനാക്കുന്ന ഉയർച്ച, ഒരു വിക്കനെ ലക്ഷങ്ങളുടെ പാസ്റ്ററാക്കുന്ന ഉയർച്ച. ആമേൻ. ആമേൻ. ഒരു അടിമ പെൺകുട്ടിയെ രാജ്ഞിയാക്കുന്ന ഉയർച്ച. ആമേൻ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചു. ഈ ദൈവം നല്ല ദൈവമാണ്. ഈ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ ഓർപ്പിച്ചില്ലേ, ആ യാഗം, ആരാധനയുടെ, സ്തുതിയുടെ, പ്രാർത്ഥനയുടെ ആ യാഗം നീ ഉയർത്തുക. അതിനെ ഉയർത്തും. ആമേൻ. യെസ്. ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉയർച്ച നിന്നിൽ നിന്ന് വരുന്നതിന് നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ. കർത്താവെ, കർത്താവ് മനുഷ്യനുള്ളതിനേക്കാൾ കർത്താവ് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങൾ പ്രകാശിതരാകും. കർത്താവെ, യേശുവേ, ഞങ്ങൾ അതിനെ ഏറ്റുപറയുന്നു പിതാവേ. കർത്താവെ, ഞങ്ങളെ കർത്താവ് ഉയർത്തുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അങ്ങിൽ നിന്നുള്ള ഉയർച്ചകൾ സകലതും ഞങ്ങൾ പ്രാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എന്ന് പറയുന്നു, ചില വഴികൾ പ്രതീക്ഷിച്ചിട്ട് അത് അടഞ്ഞുപോയി. അതിനുവേണ്ടി ഒരുങ്ങിയിട്ട് ചില വഴികളൊക്കെ അടഞ്ഞുപോയ സഹോദരി, സഹോദര, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നുവെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. കർത്താവ് തന്നെ നിങ്ങളുടെ മുമ്പിൽ നിരാശപ്പെടേണ്ട. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവരിത് കേൾക്കാൻ സമയം കണ്ടെത്തിയതുകൊണ്ട് അവരോട് നീ സംസാരിച്ചല്ലോ. മനുഷ്യരിൽ നിന്നല്ല, വ്യക്തിയിൽ നിന്നല്ല, ഉയരത്തിൽ തന്നെ അവർക്ക് വഴികൾ തുറന്ന് അവർ അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കുടുംബമായിട്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ജയകരമായി ജീവിക്കാനുള്ള എല്ലാ ദൈവകൃപയും അവർക്ക് ലഭിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ധൈര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചിലവഴിക്കുക. ദൈവം നിങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഞങ്ങളെയും അറിയിക്കുക. God bless you. Amen.